ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ ഞാനും ധോനി ബേബിയും തിരിച്ചു വന്നു കേട്ടോ. രാജേട്ടൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നെ നമ്മൾ പോയ കാര്യം ഒന്നും റെഡി ആയിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു PFൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതൊന്നും റെഡി ആയിട്ടില്ല, ഇനിയും പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തലേദിവസം കുറച്ച് വൈകിട്ടൊക്കെ എത്തിയത് കേട്ടോ. നല്ല മഴയും കാറ്റും ഇടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വരാൻ വൈകിട്ടല്ല, ഏട്ടനപ്പോൾ ആ ടൈമിൽ ഒരു ഓട്ടം കിട്ടി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയത് കൊണ്ട് വരാൻ വൈകി. പിന്നെ മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ട് കുട്ടീനെ കൊണ്ട് എങ്ങനെ ഒറ്റയ്ക്ക് വരികയെന്ന് വിചാരിച്ചിട്ട് അന്ന് കുറച്ച് വൈകിട്ടാട്ടോ വന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ വീണ്ടും തുടങ്ങല്ലേ കലാപരിപാടികൾ. അപ്പം ഞാനും അമ്മായിയും വെള്ളം പിടിക്കലും തുണി അലക്കലും ആയിട്ട് ഭയങ്കര തിരക്കിലാട്ടോ രാവിലെ തന്നെ. പിന്നെ തുണി അലക്കലൊക്കെ കഴിഞ്ഞ് എല്ലാ പാത്രങ്ങളൊക്കെ അടുക്കി പെറുക്കി വന്നപ്പോൾ ധോനി ബേബി ഹാളിൽ കിടന്നിട്ട് കളിക്കുന്നുണ്ട്. ഏട്ടനിപ്പം ഇന്ന് നേരത്തെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടന് നേരത്തെ ഓട്ടത്തിന് പോയിട്ട് ഒരു 9:30 ആകുമ്പോഴത്തേന് ഇനി വേറെ ഓട്ടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടോ. ഇനി വന്നിട്ട് വേണം കുളിക്കാനും. ചായയൊന്നും കുടിക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ നേരം വൈകി പാലൊക്കെ മേടിച്ചിട്ട് വന്നപ്പോൾ തന്നെ അപ്പോഴും ആ ടൈമിൽ ഒരു ഓട്ടം ഉണ്ടായിരുന്നു. ആ ഓട്ടം പോയി വന്ന് പാല് കൊണ്ടുവന്ന് വന്ന് അപ്പം തന്നെ പോയിട്ടോ. ചായ കുടിക്കാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പം അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് വന്നു. കുട്ടിക്ക് ഫീഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രാജീവേട്ടൻ പോയ കുറച്ച് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തതിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കേട്ടോ അമ്മ മോറി വെക്കുകയാണ്. പിന്നെ ഞാൻ വേഗം കോറയൊക്കെ എടുത്തിട്ട് കുട്ടിക്ക് കോറ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെടുത്ത് കഴുകുകയാണ് അരിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഏട്ടൻ വന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ ചായ കുടിക്കാതെയല്ലേ പോയത്. അപ്പം ഞാൻ ഏട്ടന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് വേഗം ചായ ഉണ്ടാക്കിട്ടോ. കാരണം പിന്നെ ഏട്ടന് ഇനി കുളിക്കണം. പിന്നെ ഒന്നും ചായക്കൊന്നും കടി രാവിലെ ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ തിരക്കൊന്നും ഉണ്ടായില്ല. തിരക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇവൾക്ക് കോറ കൊടുക്കലും തിരുമ്പലും രാവിലെ മാത്രമല്ലേ വെള്ളം വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വെള്ളമില്ല. ഇപ്പോഴും ജപ്പാൻ വെള്ളം ഇപ്പോൾ ഡെയിലി ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട്. ഞാൻ വന്നൊന്നും ഇപ്പോൾ വെള്ളമില്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടൊക്കെ രാവിലെ ഒന്നിനും നമുക്ക് സമയം കിട്ടില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഏട്ടനൊക്കെ ചോറ് കൊണ്ടുവന്നുണ്ടെങ്കിൽ രാവിലെ ഇവിടെ ആയാലും തിരക്ക്. ഇവിടെ അമ്മ ചോറാക്കലും തലേ ദിവസത്തെ ചോറൊക്കെയാണ് ഏട്ടന് തിളപ്പിച്ച് അങ്ങനെയൊക്കെ കൊണ്ടുപോവാറ്. അപ്പം കറി ചൂടാക്കലും ചോറ് തിളപ്പിച്ചൂറ്റൽ പുറത്ത്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെയും സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ചായ വെച്ചിട്ടുണ്ടെങ്കിലും ചായ തന്നെ ഇവർക്ക് ഇപ്പം നമ്മൾ 5-6 പേരുണ്ട്. അപ്പം അവർക്കൊക്കെ അമ്മായിമാർക്കൊക്കെ വേറെ വേറെ പാത്രത്തിൽ ആക്കി അടച്ച് വെക്കണം. പിന്നെ നമുക്ക് ചായയും കടി ഉണ്ടെങ്കിലും അതേപോലെ ഇവർക്ക് വേറെ ഒക്കെ പാത്രത്തിൽ നമുക്ക് ഓരി വെച്ചിട്ട് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ പാത്രങ്ങളാണെങ്കിലും അതുപോലെ നമ്മൾ ഉണ്ടാക്കി ഇപ്പം നമ്മളൊരു വീട്ടിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ അവിടെ വെക്കാം. എന്നാൽ ഇന്ന് എടുത്ത് കഴിച്ചോളൂ. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ കേട്ടോ. ഞങ്ങളൊരു ഗ്യാസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമാക്കി വെക്കും എല്ലാവരും ഒരുമിച്ചുള്ളപ്പോൾ കേട്ടോ. അപ്പോൾ അതിന് തന്നെ നമ്മൾ എല്ലാവരും എടുത്ത് കഴിക്കും. അതുപോലെ തന്നെ എടുത്ത് കഴിക്കലിന് ശേഷം ബാക്കി ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ചായ ആയാലും ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കും. ഇനി ചോറും കറികളൊക്കെ ആണെങ്കിൽ എല്ലാവരും അങ്ങനെ ഒരുമിച്ച് എടുത്ത് വെക്കും. അങ്ങനെ ഒന്നിച്ച് അതിന് എടുത്ത് കഴിക്കാറ്. ഇവിടെ അങ്ങനെയല്ല. ഇവർക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും അങ്ങനെ. ഇവിടെ ഞാൻ വന്നതിന് ശേഷം ഇങ്ങനെ തന്നെ കേട്ടോ. ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ സഹോദരി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സൗദിയിലുള്ളൊരു കുട്ടി. അപ്പോൾ അവള് എന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്താണ് ഇങ്ങനെ അമ്മായിമാർ വേറെ കറി വെക്കുന്നു, നിങ്ങൾ വേറെ കറി വെക്കുന്നു, അതെന്താണ് ഇങ്ങനെയെന്നുള്ളത് കേട്ടോ. പിന്നെ അമ്മായിമാരൊന്നും ഇവർ തേങ്ങ അരച്ച് നല്ല കറികളൊക്കെ കൂട്ടിയിട്ട് രാജേട്ടനെ ചോറുന്ന്. പിന്നെ രാജേട്ടൻ കൂട്ടുന്ന കറി രാജീവേട്ടൻ കൂട്ടില്ല. കടല പയറ് അങ്ങനെയുള്ള ഇതൊന്നും അവർ കൂട്ടില്ല. അപ്പം ഏട്ടന് വേറെ കറി വെക്കും. പിന്നെ രാജേഷേട്ടന് വേറെ കറി വെക്കും. പിന്നെ ഈ കറികളൊന്നും പിന്നെ ചെറിയ അമ്മായി കൂട്ടില്ല. ചെറിയ അമ്മായി വലിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് ഉടയാതെ അങ്ങനെ മല്ലി ഒന്നും ഇട്ടതൊന്നും കഴിക്കില്ല. അപ്പം ഈ വലിയ കഷ്ണങ്ങൾ അധികം വെന്തുടയാത്ത കഷ്ണങ്ങളൊക്കെ കൂട്ടി കഴിക്കണതാണ് ചെറിയ അമ്മായിക്ക് ഇഷ്ടം. അപ്പം അതിന് വേണ്ടിയിട്ട് വലിയമ്മായി എന്ത് ചെയ്യും, വലിയമ്മായി അങ്ങനത്തെ രീതിയിൽ വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഉപ്പേരിയോ അല്ലെങ്കിൽ കാവത്തോ ചേന ചേമ്പ് അങ്ങനെയൊക്കെ നാടൻ കറികളാണ് അവർക്ക് ഇഷ്ടം. അവർ കൂട്ടുന്ന കറി ഇവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ എന്ത് ചെയ്യും, അവർ കൂട്ടാത്ത കറി വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇവർക്കൊക്കെ അങ്ങനെ വേറെ വേറെ കറികൾ വെച്ച് ശീലമായി. ഇപ്പം ഞാൻ വന്നപ്പോഴും അതെ. ഇപ്പോൾ രാജേട്ടൻ എന്തെങ്കിലും എന്നെ പോലെയൊക്കെ കഴിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ കടലക്കറി വെക്കുക അല്ലെങ്കിൽ സാമ്പാർ വെക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കൊടുക്കും, കൊണ്ടുവന്ന് തരുകയും ചെയ്യും. പിന്നെ ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും ഒക്കെ നമ്മളോടല്ലേ അവർ വന്ന് പറയുക. പിന്നെ അമ്മയ്ക്കൊന്നും തീരെ വയ്യാതെയായി.
അപ്പോൾ ഏട്ടന് അങ്ങനെ കറികളൊക്കെ വെക്കും കേട്ടോ. പിന്നെ രാജീവ് ഏട്ടൻ്റെ കറിയൊക്കെ പിന്നെ വലിയമ്മായി വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് വയ്യ, എന്നാലും അമ്മ എന്തെങ്കിലുമൊക്കെ ഗ്യാസിൽ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അതുകൊണ്ടാണ് വേറെ വേറെ കറികൾ വെക്കുന്നത്. പിന്നെ ചിലവെല്ലാം ഒന്നിച്ചിട്ട് തന്നെ നമുക്കിപ്പോൾ ഇതിലേക്കൊക്കെ വേണ്ട മല്ലിയും മുളകും ഒക്കെ എന്തായാലും ഒന്നിച്ചിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് തന്നെയല്ലേ, ചിലവ് കൂടുതൽ തന്നെയാണ്. പിന്നെ രാജേട്ടൻ പറഞ്ഞു, ഒരു ദിവസം അവരോട് പറഞ്ഞു, നമ്മളിപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഈ കറികളൊക്കെ കൂട്ടിയിട്ടല്ലേ നമ്മൾ കഴിക്കുന്നത്, എന്നിട്ട് എന്താ ഇപ്പോൾ നമുക്ക് അപ്പോൾ ഒന്നിച്ചൊരു കറി വെച്ചാൽ പോരെ, എന്തിനാ വേറെ വേറെ വെക്കുന്നതൊക്കെ. പക്ഷെ അവർ പറഞ്ഞാൽ അങ്ങനെ തന്നെ അവർ ചെയ്യുള്ളൂ. പിന്നെ അങ്ങനെ രാജേട്ടൻ ഒന്നും പറയാൻ പോവാതായി. പിന്നെ നമ്മൾ പിന്നെ ഒഴുക്കിനനുസരിച്ച് നീങ്ങുക എന്നൊക്കെ പറയുന്നില്ലേ, പിന്നെ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടേന്ന്. പിന്നെ അങ്ങനെ ഇതാ കുട്ടിക്ക് കൂർക്കൊക്കെ അരച്ച് വെച്ചു. പിന്നെ ഏട്ടനെ അപ്പോഴത്തേന് പിന്നെ ചായയൊക്കെ കുടിച്ച് പിന്നെ കുളിക്കാനുള്ള വെള്ളമൊക്കെ അവിടെ കുറച്ച് പിടിച്ച് വെച്ചു കേട്ടോ. രാവിലെ പിന്നെ വന്ന വെള്ളം കുറച്ചുണ്ടായിരുന്നു അപ്പുറത്ത് കേട്ടോ. ആ പുതിയ വീട് കയറ്റി വെച്ചു അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഏട്ടന് പിന്നെ അവിടെ ഒഴിച്ചു. പിന്നെ ഏട്ടൻ്റെ കുളി കഴിഞ്ഞിട്ട് വേണം എനിക്കും കുളിക്കണം. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഏട്ടൻ വന്നപ്പോൾ പിന്നെ ഏട്ടൻ കുറച്ച് വെള്ളം പിടിച്ച് വെച്ചതിന് ശേഷം ഇങ്ങോട്ട് വരികയായിരുന്നു ബാത്റൂമിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കറണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ മഴയാണ് കേട്ടോ. അപ്പോൾ സ്ഥിരം മഴയില്ല, ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഇടിയും മഴയൊക്കെ വരും. അപ്പോൾ കറണ്ടൊക്കെ പോയാൽ ബുദ്ധിമുട്ടല്ലേ. പിന്നെ പൈപ്പിലും വെള്ളം ഇല്ലാത്തതുകൊണ്ടൊക്കെ കഴുകാനും മോറാനും എല്ലാത്തിനും പിന്നെ ഈ വെള്ളം തന്നെ വേണ്ട, കിണറ്റിലെ വെള്ളം. അപ്പോൾ പിന്നെ ഏട്ടൻ കുറച്ച് വെള്ളമൊക്കെ പിടിച്ചു തന്നു. പിന്നെ ഞാൻ വേഗം കോറയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടു. ആ സമയത്താണ് താഴത്തെ, ഞങ്ങൾ 4-5 ദിവസമായിട്ട് വീട്ടിൽ പോയിരിക്കലായിരുന്നു. അപ്പോൾ കുട്ടീനെ കണ്ടിട്ട് കുറേ ദിവസമായി എന്ന് പറഞ്ഞിട്ട് താഴത്തെ അമ്മ വന്നിട്ട്, അവരുടെ പേരക്കുട്ടീൻ്റെ കേട്ടോ, അപ്പോൾ അവർ വന്നിട്ട് കുറേ നേരം കുട്ടീനെ കളിപ്പിച്ചിട്ടൊക്കെ ആയിട്ട് അവർ പോയത്. ആ സമയം കൊണ്ട് ഇതാ രാജേട്ടൻ കുളിച്ചു. അതിന് മുന്നേ ഞാൻ കുളിച്ചായിരുന്നു കേട്ടോ. രാജേട്ടൻ പോകുമ്പോഴത്തേക്കും കുളിക്കാൻ, കുട്ടി വാശി പിടിക്കുക എന്തെങ്കിലും ചെയ്താൽ എടുക്കാനൊന്നും ആളില്ലല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ടൊക്കെ വന്നു. അതിനുശേഷം രാജേട്ടൻ പോയതൊക്കെ ആയിട്ട് കുളിച്ച് ഏട്ടൻ റെഡി ആയിട്ട് പോയി. ഏട്ടന് ഓട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ധോനി ബേബി അത് അവിടെ കളിക്കുന്നുണ്ട്. അമ്മേനെ കൂട്ടിരുത്തിയിട്ടാണ് ഞാൻ വന്ന്. പിന്നെ പെട്ടെന്ന് കോറയൊക്കെ വിരകി വെച്ചു. അപ്പോൾ ഇനി ചൂടാറിയിട്ട് വേണ്ടേ നമുക്കത് കഴിക്കാൻ കൊടുക്കാനൊക്കെ. അപ്പോൾ പിന്നെ ആ സമയം ചൂടാറാൻ വെക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് പോയിട്ട് അവളെ കുളിപ്പിച്ച് കൊണ്ടുവരും ചെയ്യാമല്ലോ. അപ്പോൾ ഒരു തണുപ്പ് പിടിപ്പിച്ചൊരു ഇളം ചൂടുവെള്ളത്തിലപ്പോൾ കുളിപ്പിക്കുന്നുണ്ട്. 2 ദിവസം മഴ പെയ്തുകൊണ്ട്. എന്നാലും അവൾക്ക് നല്ല ദേഹം ചൂടും വിയർക്കണമൊക്കെ ഉണ്ട് കേട്ടോ ധോനി ബേബി. പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനെ തണുത്താലോ എന്നുള്ള പേടിയുണ്ട്. ഞാൻ പിന്നെ വെള്ളം ഒന്ന് തണുപ്പ് പിടിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് അങ്ങനെ ഇതാക്കും കേട്ടോ. അപ്പം എന്നാൽ പിന്നെ നല്ല തണുക്കില്ല കുട്ടിക്ക്. അപ്പം അങ്ങനെ ചൂടാക്കിയിട്ട് അവളെ കുളിപ്പിച്ച് കൊണ്ടുവന്ന് അവളെ ഭക്ഷണമൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കി. അതിന് ശേഷമാണ് ഞാൻ പിന്നെ അടുപ്പിൻ്റെ ഒട്ടിക്ക് വന്നത്. പിന്നെ കറിക്കൊക്കെ അമ്മ ഒരു ഉരുളൻകിഴങ്ങ് ഉള്ളിയൊക്കെ നുറുക്കി വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ എല്ലാം നുറുക്കി റെഡിയാക്കിയൊക്കെ വറുത്ത്. ഇന്നിപ്പോൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് സാമ്പാറാണ് കേട്ടോ. പിന്നെ അമ്മായിക്കുള്ള വകകളൊക്കെ പിന്നെ അവിടെ റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരു മാങ്ങി ഒരു തരം വെച്ചിട്ടുണ്ട്, പിന്നെ കായപ്പീരി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അവരുടെയൊക്കെ ആയിരിക്കണം. ഇനി ചക്ക ആരോ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇനി അത് നന്നാക്കി വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സാമ്പാർ വെക്കേണ്ട തയ്യാറെടുപ്പിലാണ് ഞാൻ. പിന്നെ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണെന്ന് എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്തു. ഒരുപാട് പേര് മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ഒരുപാട് താങ്ക്സ്. പിന്നെ പുതിയതായിട്ട് ഒരുപാട് ഫ്രണ്ട്സ് കാണുന്നുണ്ട് കേട്ടോ. അവരോടൊക്കെ ഒരിക്കൽ കൂടി ഞാൻ പറയണേ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ധോനി ബേബിക്ക് നല്ല ഉറക്കമാണ്. അപ്പോൾ ഇതാ സാമ്പാറൊക്കെ ആയി റെഡിയായി. പിന്നെ ഇന്നിപ്പോൾ ഏട്ടൻ മാന്തള മീൻ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഈ ചൂടൊക്കെ അധികമായതിനു ശേഷം ഇപ്പോൾ ഏട്ടന് ഇങ്ങനെ പിന്നെ ഉണക്കമീൻ തന്നെ കൂട്ടണുള്ളൂ. ഇങ്ങനെ മുട്ടല്ലാതെ ചോറേ ഉണ്ണാത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ചൂട് കാരണം ഇങ്ങനെ ഉണക്കമീനൊക്കെ 1-2 ദിവസമൊക്കെ അങ്ങനെ കൊണ്ടുവരും കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉപ്പേരി ഉണ്ടാവില്ല, അപ്പോൾ അങ്ങനെ കൂട്ടി കഴിക്കാറാണ് ഇപ്പോൾ. പിന്നെ മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ്റെ ദേഹത്തൊക്കെ ഇപ്പോൾ നല്ല ചൂട് പൊന്തിയിട്ടൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ ചെറിയമ്മായി പണിക്ക് പോയിരിക്കട്ടെ, ചെറിയമ്മായി ഇല്ല. ചെറിയമ്മായിക്കൊക്കെ വേറെ എല്ലാം റെഡിയാക്കി അവിടെ മാറ്റി വെക്കണം. പിന്നെ ഇതാ ഉപ്പേരിയായി, മാന്തളമീൻ വറുത്തതായി. പിന്നെ ഇതാ ഏട്ടൻ വന്ന് ചോറുണ്ണാനിട്ട് ഉച്ചയ്ക്ക്. പിന്നെ ഞാനും രാജേട്ടനും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചത് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഒരു ചായ കുടിച്ചിട്ട് അങ്ങനെ ഓരോ പണി തുടങ്ങിയതാണ്. പിന്നെ വിശന്നാലും ചിലപ്പോൾ എനിക്ക് സമയം കിട്ടില്ല കേട്ടോ കഴിക്കാതിരിക്കുന്ന സമയം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഈ പണിയൊന്നും ഒരുങ്ങില്ല. ഏട്ടൻ കഴിക്കാൻ വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഏട്ടൻ അങ്ങനെ വെയിറ്റ് ചെയ്യണ്ടേ.
അപ്പം അത് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, പെട്ടെന്ന് ഇനി കഴിക്കാനൊന്നും ഇരിക്കില്ല, ആ സമയം കൊണ്ട് വേഗം ഇതെല്ലാം റെഡിയാക്കും കേട്ടോ. എൻ്റെ ഏട്ടൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇനിയും വർക്ക് കിടക്കുക കേട്ടോ. ഇനി വെള്ളം പിടിക്കണം വൈകിട്ടേക്കുള്ളതൊക്കെ. അവന് കറണ്ട് പോയെങ്കിലും ഒന്ന് പേടിച്ചിട്ട് ഇനിയും കുളിക്കാൻ അലക്കാനുള്ള വെള്ളങ്ങളൊക്കെ പിടിച്ചു വെക്കണം, അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും കൂടി ഞാൻ പറയുകയാണ് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരോടും ബൈ ബൈ.